മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ നഗരം കീഴടക്കുന്നതിന് മുമ്പ് കോഴിക്കോട്ടുകാരുടെ സിനിമാ മോഹങ്ങൾക്ക് പൂർണ്ണതയേകിയത് രാധാ തിയേറ്ററാണ്. ചിന്തകൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓർമ്മകളുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ ഒരൊറ്റ പേര് മതി. ഇപ്പോൾ 100ന്റെ നിറവിൽ എത്തി നിൽക്കുമ്പോഴും രാധാ തിയേറ്റർ തന്റെ പഴയ പ്രതാപം വീണ്ടെടുത്ത് വീണ്ടും മുന്നേറ്റം തുടരുകയാണ്. കോഴിക്കോട്ട് ജീവിച്ച ഈ നഗരത്തിലൂടെ കടന്നുപോയ ലക്ഷക്കണക്കിന് ആളുകളുടെ ഓർമ്മകളിൽ സിനിമാ കാഴ്ചകൾ നിറച്ച രാധാ തിയേറ്റർ 100ന്റെ നിറവിൽ. UB ഡെഡ് ആൻഡ് കമ്പനിയുടെ വകയായി യു ഭവാനി റാവു ഡെഡ് തിയേറ്റർ തുടങ്ങിയപ്പോൾ തന്റെ ഭാര്യയായ രാധാബായിയുടെ പേരാണ് നൽകിയത്. 20,000 രൂപ ചിലവിലാണ് 1952 തിയേറ്റർ തുടങ്ങുന്നത്. 13,000 ആളുകൾക്കിരിക്കാവുന്ന ഹാളിൽ സ്ത്രീകൾക്കായി അന്ന് പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. സൗകര്യങ്ങളിലും പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളുടെ മേന്മയിലും മദിരാശിയിലെയും ബോംബെയിലെയും തിയേറ്ററുകളോട് കിടപിടിക്കാൻ യോഗ്യതയുള്ള തിയേറ്ററായിരുന്നു കോഴിക്കോട്ടെ രാധാ തിയേറ്റർ. ഇംഗ്ലീഷ് ചിത്രങ്ങൾക്കൊപ്പം ഇടയ്ക്കിടെ ഇന്ത്യൻ ചിത്രങ്ങളും പ്രദർശിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നു. 1925 ജനുവരി 7 പ്രവർത്തനം തുടങ്ങിയ തിയേറ്ററിൽ ആദ്യകാലത്ത് സിനിമകളോടൊപ്പം നാടകങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു. 1934 മെയ് 16 ആദ്യമായി സംസാരിക്കുന്ന ചിത്രം രാധാ പിക്ചർ പാലസിൽ പ്രദർശിപ്പിക്കുന്നത്. പെയിന്റഡ് വുമൺ ആയിരുന്നു അത്. വിവിധ കാലങ്ങളിൽ നവീകരിക്കപ്പെട്ട രാധാ തിയേറ്റർ ഇന്ന് AC സംവിധാനങ്ങളുള്ള 4K തിയേറ്ററായി മാറി. 1948 സൂപ്പർ സിംപ്ലെക്സ് 4 സ്റ്റാർ ശബ്ദ സംവിധാനവും ഹൈ ഇന്റൻസിറ്റി ആർച്ച് ലൈറ്റും സ്ഥാപിച്ച് തിയേറ്റർ നവീകരിച്ചു. UB ഡെഡ് ആൻഡ് കമ്പനിയിൽ നിന്ന് പിന്നീട് ഫറോക്കിലെ പൂതേരി കുടുംബം തിയേറ്റർ വാങ്ങി. നടി വിധു ബാലയുടെ ഭർത്താവും പൂതേരി കുടുംബാംഗവുമായ മുരളീകുമാറിന്റെ ഉടമസ്ഥതയിലാണ് തിയേറ്റർ ഇന്നുള്ളത്. എന്നാൽ നിലവിലുള്ള കെട്ടിടത്തിന് മുകളിൽ 1938 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. നഗരത്തിലെ കോർണേഷൻ തിയേറ്ററും ഇവരുടെ ഉടമസ്ഥതയിലാണ്. മാജിക് ഫ്രെയിംസ് നടത്തിപ്പ് ഏറ്റെടുത്തതോടെ രാധാ പിക്ചർ പാലസിന്റെ പേര് ഇപ്പോൾ മാജിക് ഫ്രെയിംസ് രാധ എന്നാക്കി മാറ്റി. കാലത്തിന്റെ മാറ്റങ്ങളെ കണ്ടും അതിജീവിച്ചും ഈ കോഴിക്കോടിന്റെ ചരിത്രഭൂമിയായ മിഠായി തെരുവിൽ ഇന്നും തലയുയർത്തി നിൽക്കുകയാണ് ഈ സിനിമാ കൊട്ടക. ക്യാമറമാൻ ജോൺസൺ K. ജോർജിനൊപ്പം അഭിജിത തിരുവല്ലത്ത്, കോഴിക്കോട് വിഷൻ.